പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്, അതായത് നമ്മൾ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡിൻ്റെ ഇരു സൈഡുകളിലും കേരളത്തിൽ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഉപേക്ഷിച്ച് കിടക്കുന്നത്. ഇതുപോലെ കിടക്കുന്നത് ചില ടൗണുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ദുരന്തമാണ്. കാരണം അതുപോലെ കിടക്കുക, ഓരോ സൈഡിൽ ടിപ്പർ, അതുപോലെ ലോറികൾ, അതുപോലെ പിക്കപ്പ് വാനുകൾ, കാറ്, ഇതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. ഇത് വർഷങ്ങളോളം കിടന്നിങ്ങനെ അത് കാട് കയറി വലിയൊരു ഗതാഗത പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. ഒരു വണ്ടിക്ക്, വാഹനത്തിന് സൈഡ് പോലും കൊടുക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ് ഈ വാഹനങ്ങൾ കിടക്കുന്നത്. ഇതിനൊരു ഓട്ടോറിക്ഷ, ചെറിയൊരു വണ്ടി ഞാൻ എടുത്ത് കാണിച്ചത് മാത്രമേ ഉള്ളൂ. പൊതുമരാമത്ത് വകുപ്പ് ഒരു സമഗ്രമായ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം. കാരണം ഇതുപോലുള്ള വാഹനങ്ങൾ ഒന്നിൽ ഉപേക്ഷിച്ച് പോയ വാഹനങ്ങൾ കണ്ടുകെട്ടി അത് എവിടെയെങ്കിലും കൊണ്ടുപോയി അത് വിൽപ്പന നടത്തുക, അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടവർ അതിൻ്റെ ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കേസുകളുള്ള വാഹനങ്ങളാണെങ്കിൽ ആ കേസ് തീർപ്പാക്കുക. നമുക്കറിയാം, വാഹനത്തിന് ഒരു പോലീസ് സ്റ്റേഷൻ പറയുകയും വേണ്ട. പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്ത് കിടക്കുന്ന വാഹനങ്ങൾ വർഷങ്ങൾക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന വാഹനങ്ങൾ വരെ കേസ് തീർപ്പാക്കാതെ കിടക്കുന്ന വാഹനങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ പൊതുമരാമത്ത് തന്നെ ഹൈവേയുടെയും സൈഡുകളിൽ ഇതുപോലെ കൂടിക്കിടക്കുന്നത്. അതായത് ഓരോ സൈഡിലും കിടക്കുന്ന വണ്ടികൾ ഒരുപക്ഷെ ഞാൻ നോക്കി നമ്മുടെ കേരളത്തിൽ മാത്രമാണെന്നാണ് തോന്നുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലോ മറ്റ് കേരളത്തിൽ പുറത്ത്, അതായത് നമ്മുടെ രാജ്യം പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കടുത്ത ശിക്ഷയാണ്. ഇതാണ് നിമിഷ നേരം കൊണ്ട് തന്നെ ഡെലിവറി വാഹനത്തിന് ഇത് എടുത്തുകൊണ്ട് പോകും. അല്ലെങ്കിൽ ഒന്ന് നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ വേറെ ആ സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും കേസുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് പോകും. ഇത് പക്ഷെ നമ്മുടെ കേരളത്തിൽ മാത്രം എന്തും നടക്കും. കാരണം സമഗ്രമായ നിയമമില്ല. നിയമങ്ങളോ ഫൈനുകളോ മറ്റുണ്ടെങ്കിൽ ഇതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കും, ആൾക്കാർ ശ്രദ്ധിക്കും, നടപടി ഉണ്ടാകും. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒത്തിരി ചിലവുകൾ നമ്മൾ മാറി മാറി വരുന്ന സംസ്ഥാന സർക്കാരുകൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ ചെലുത്തിയാൽ തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇതുപോലെ ജനത്തിന് ഉപദ്രവം ചെയ്യുന്ന സുഗമമായ ഗതാഗതത്തിന്, അതായത് തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഹമ്മദ് റിയാസ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ സാറ് സംസാരിച്ചിട്ടുണ്ടായി. പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിൽ അനധികൃതമായിട്ടുള്ള കൈകയറ്റം, അതുപോലെ തന്നെ ഗതാഗത പ്രശ്നം ഏറ്റവും രൂക്ഷമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ സമഗ്രമായ ഒരു നിയമം കൊണ്ടുവന്നാൽ ഇത്തരം വാഹനങ്ങൾ കണ്ടുകെട്ടാൻ, അല്ലെങ്കിൽ എടുത്ത് മാറ്റുവാനോ, അതായത് പൊതു ഖജനാവിലേക്ക് പൈസ അല്ലെങ്കിൽ മറ്റ് കണ്ടെത്തുവാനോ, അല്ലെങ്കിൽ നിയമക്കുരുക്കിൽ കിടക്കുകയാണെങ്കിൽ അതിൻ്റെ വശം അനുസരിച്ചുള്ള നിയമങ്ങൾക്ക് വിട്ടുകൊടുക്കുവാനോ തയ്യാറായ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമ്മുടെ റോഡുകൾ സുരക്ഷിതമാകും. ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അതായത് നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ PW റോഡിൻ്റെ ഇരു സൈഡിലും കിടക്കുന്നത്. ഉപേക്ഷിച്ചു പോകുന്നതാണോ എന്താണെന്ന് അറിയത്തില്ല. ഇതിന് ഒരു സത്യാവസ്ഥ അതായത് ഗവൺമെൻറ് അടിയന്തരമായി ഇച്ഛാശക്തിയുള്ള രീതിയിലുള്ള ഒരു സമഗ്രമായ നിയമം കൊണ്ടുവന്നാൽ ഇതൊക്കെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവാൻ സാധിക്കുമെന്നാണ് ഉടനടി വാർത്ത പറയുന്നത്. നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.